ആർപ്പുക്കരയിൽ കോട്ടയംകാരുടെ സ്വന്തം ആർപ്പുക്കര ചുണ്ടൻ നിരത്തിലിറങ്ങി. പേരും പെരുമയുമുള്ള ജലരാജാക്കന്മാർ അടക്കി വാഴുന്ന ഓളപ്പരപ്പിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വരുന്നു, ആർപ്പുക്കര ചുണ്ടൻ. ആർപ്പുക്കരക്കാരുടെ ചിരകാല അഭിലാഷമായിരുന്നു സ്വന്തമായൊരു ചുണ്ടൻ വള്ളമെന്നത്. അത് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ആർപ്പുക്കര നിവാസികൾ. നെഹ്റു ട്രോഫി ഉൾപ്പെടെ നിരവധി ട്രോഫികൾ വള്ളംകളിയിലൂടെ നേടിയെടുത്ത പാരമ്പര്യമാണ് ആർപ്പുക്കരക്കാർക്കുള്ളത്. എന്നാൽ സ്വന്തമായൊരു വള്ളമുണ്ടാക്കി ആ വള്ളത്തിൽ ട്രോഫി സ്വന്തമാക്കുക എന്നത് ഏതൊരു വള്ളംകളിക്കാരുടെയും ആഗ്രഹമാണ്. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. വള്ളംകളി പ്രേമികളായ 500 പേർ ചേർന്ന് രൂപീകരിച്ച ചുണ്ടൻ വള്ള സമിതിയുടെ നേതൃത്വത്തിൽ 60 ലക്ഷം രൂപ സമാഹരിച്ചാണ് ചുണ്ടൻ വള്ളത്തിന്റെ പണി പൂർത്തീകരിച്ചത്. 128 അടി നീളവും 64 ഇഞ്ച് വീതിയുമുള്ള ഈ ഭീമൻ ചുണ്ടൻ വള്ളത്തിൽ 85 തുഴച്ചിലുകാർക്കും 5 അമരക്കാർക്കും വരെ ഒരേ സമയം തുഴയാൻ കഴിയും. 2023 ആർപ്പുക്കരയിലെ ഒരു കൂട്ടം യുവാക്കൾ സ്വന്തമായൊരു വള്ളം വേണമെന്ന ആഗ്രഹം പങ്കുവച്ചതോടെയാണ് ചുണ്ടൻ വള്ളം എന്ന ആശയത്തിന് തുടക്കമിട്ടത്. ലക്ഷണമൊത്ത ഒരു ചുണ്ടൻ വള്ളം, അതും കോട്ടയത്തെ ആദ്യത്തെ ജനകീയ ചുണ്ടൻ, അങ്ങനെ സ്വപ്ന സാഫല്യമായി. ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ദിവസം ചുണ്ടൻ വള്ളം നിരത്തിലിറക്കിയപ്പോൾ ഈ വർഷത്തെ നെഹ്റു ട്രോഫി നേടിയെടുക്കുമെന്ന നിശ്ചയദാർഢ്യം കോട്ടയംകാർക്കുണ്ടായിരുന്നു. നാടിന്റെ നാനാഭാഗത്തുനിന്നും ആയിരങ്ങളാണ് ഈ സുന്ദരമുഹൂർത്തം നേരിൽ കാണാൻ ആർപ്പുക്കരയിലെത്തിയത്. വള്ളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ കരിപ്പൂത്തട്ട് കൈതപ്പാടം പാലത്തിനു സമീപത്തെ പെണ്ണാർത്തോട്ടിലായിരുന്നു നീരണിയൽ ചടങ്ങ്. വള്ളം നിർമ്മാണ സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയായ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിലായിരുന്നു പണികൾ പൂർത്തീകരിച്ചത്. ചടങ്ങിൽ നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാർ പങ്കെടുത്തു. വള്ളം നിർമ്മിച്ച മുഖ്യശില്പി സാബു നാരായണൻ ആചാരി ഉൾപ്പെടെ വള്ളം നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സഹായിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ആർപ്പുവിളികളോടെ വള്ളം നിരത്തിലിറങ്ങിയപ്പോൾ വള്ളം കളി നെഞ്ചിലേറ്റിയ ഗ്രാമനിവാസികൾ ആനന്ദ നൃത്തം ചവിട്ടി. കോരിച്ചൊരിയുന്ന മഴയും വെള്ളപ്പൊക്കവും അവരെ പിന്നോട്ട് നയിച്ചില്ല. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് സമയത്തു തന്നെ വള്ളം ഇറക്കാൻ കഴിഞ്ഞത് ഒരു പറ്റം വള്ളം കളിപ്രേമികളുടെ നിശ്ചയദാർഢ്യത്തിന്റെ മകുടോദാഹരണമാണ്. വള്ളം നിർമ്മാണത്തിൽ സഹായിച്ച വള്ളം കളിപ്രേമികളായ ഓഹരി ഉടമകൾ വള്ളം തുഴഞ്ഞ് പെണ്ണാർത്തോട്ടിലൂടെ ജലഘോഷയാത്രയായി മണിയാപരമ്പിലേക്ക് നീങ്ങി. മണിയാപരമ്പ് ചതുർവേണി സംഗമത്തിൽ ചുണ്ടന് ഗംഭീര വരവേൽപ്പ് നൽകി നാട്ടുകാർ സ്വീകരിച്ചു. തുടർന്ന് ഈ വർഷം നെഹ്റു ട്രോഫി മത്സരത്തിൽ ആർപ്പുക്കര ചുണ്ടൻ തുഴയുന്ന കുമരകം ഇമ്മാനുവൽ ബോട്ട് ക്ലബിന്റെ തുഴച്ചിലുകാർക്ക് തുഴ കൈമാറുകയും പ്രദർശന വള്ളം തുഴയൽ നടത്തിയതിനു ശേഷമാണ് ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചത്. Norway.